ഇതൊരു വെറൈറ്റി ചലഞ്ചിങ് വീഡിയോ ആയാലോ. അപ്പോൾ നമുക്കൊരു ദിവസം 24 മണിക്കൂറിലുള്ളത്. അപ്പോൾ ആ ഒരു 24 മണിക്കൂർ കൊണ്ട് 24 വെറൈറ്റി ഫുഡ് കഴിക്കുക എന്നുള്ളൊരു ചലഞ്ചുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഒരു ദിവസം കൊണ്ട് 24 വെറൈറ്റി ഫുഡ്. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ പ്രസാദം കഴിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇഡ്ഡലിയും ചട്നിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 3 ഫുഡ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഈ ഒരു അനാറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകൊടുക്കുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസും അതുപോലെ തന്നെ ഇതുപോലെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസും കുറച്ച് വ്ളോഗ് കാര്യങ്ങളും ഒക്കെ എൻ്റെ ചാനലിലുണ്ട്. എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്ക് അത്രയേറെ യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 5ാമത്തെ ഫുഡായിട്ട് ഞാൻ ഈ ഒരു ബത്തക്കയാണ് കേട്ടോ കഴിച്ചത്. ഇത് ഞാൻ അനാറ് കഴിച്ച ആ ടൈമിൽ തന്നെ കഴിച്ചതാണ്. അപ്പോൾ ബത്തക്കയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈ ഒരു മുട്ട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മുട്ട കഴിച്ചിട്ടില്ല, 3 ജസ്റ്റ് ഷോന് മാത്രം വെച്ചതാണ്. ഞാൻ ജസ്റ്റ് 2 മുട്ട മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ 6ാമത്തെ ഫുഡും കൂടെ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 7ാമത്തെ ഫുഡായിട്ട് തിരഞ്ഞെടുത്തത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ ഇതിന് പൊങ്ങെന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടൊന്ന് അറിയിക്കണേ. അങ്ങനെ നെക്സ്റ്റ് ഐറ്റമായിട്ട് ഉച്ചയ്ക്ക് ഞാനൊരു 1:30-2 മണി ടൈമിൽ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും ചിക്കൻ കറിയുമാണ് കേട്ടോ കഴിച്ചത്. എനിക്കതൊരു സിനിമക്ക് പോകണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സൈഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല, പെട്ടെന്ന് തന്നെ പോയി. നെക്സ്റ്റ് ആ ടൈമിൽ ഈ ഒരു 7-അപ്പും ആ ഒരു ഐറ്റത്തിൻ്റെ പേരെനിക്ക് എക്സാക്റ്റ് അറിയില്ല, അതുകൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ സിനിമ കഴിഞ്ഞതിന് ശേഷം തലശ്ശേരി കടൽപ്പാലത്ത് പോയിട്ട് ഈ കാണുന്ന 2 ഐറ്റംസ്, ഫസ്റ്റിലെ 2 ഐറ്റംസാണ് കേട്ടോ കഴിച്ചത്. അത് രണ്ടും കഴിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഞാൻ ഈ ഒരു ഓറിയോ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 14ാമത്തെ ഫുഡും ഇവിടെ ശുഭമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഈ ഒരു കപ്പ കഴിച്ചു. ചിക്കൻ കറി ഉച്ചക്കത്തെ ആയതുകൊണ്ട് തന്നെ അത് കൗണ്ട് ചെയ്യുന്നില്ല കേട്ടോ. കപ്പ ഫ്രഷാണ്, അപ്പോൾ കപ്പ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്ക് സൈഡ് ഡിഷൊക്കെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉച്ചക്കത്തെയാണ്, എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. അപ്പോൾ അതുകൂടെ കഴിച്ചപ്പോൾ 16 ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കുമ്പോൾ ഈ ഒരു കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഉണ്ടായിരുന്നു, അപ്പോൾ അതിങ്ങനെ കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ചു. ഇമിലി കഴിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു മുട്ടായി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തേൻമുട്ടായി കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ മുട്ടായും അതുപോലെ തന്നെ പുളിമുട്ടായും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 23 ഫുഡ്, വെറൈറ്റി ആയിട്ടുള്ള 23 ഫുഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഉറങ്ങാൻ നേരം ഈ ഒരു മസാല ദോശയും കൂടി കഴിച്ചിട്ട് കംപ്ലീറ്റ് ആക്കി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്